الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമായ സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ നിന്നും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ
പരിശുദ്ധ മക്കയിലെത്തി ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ അവിടെ പ്രവേശിക്കുകയും ഹജ്ജിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരങ്ങൾ, അവർക്കൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ആരോഗ്യത്തോടുകൂടെ പൂർണ്ണമായ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നമ്മിലേക്ക് തിരിച്ചു വരാനും അല്ലാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഹജ്ജ് വേളയിലും ഈദിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ നാട്ടിൽ വെച്ച് നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ബലികർമ്മവുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന പാഠം ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചു തരുന്നത് കൃത്യമായി പ്രമാണബദ്ധമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരം ആ പ്രവാചക ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുന്നത് അദ്ദേഹം എൻ്റെ ഖലീലാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്നുള്ള മാതൃകകൾ നിങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. സൂറത്തു ആലി ഇംറാനിൻ്റെ 95-ാമത്തെ വചനം. അതുപോലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, വക്രതയില്ലാത്ത ഋജുമാനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മാർഗം നിങ്ങൾ പിൻപറ്റണം എന്നാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ട അദ്ദേഹം എല്ലാവർക്കും മാതൃകാ പുരുഷനാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മാതൃക പിൻപറ്റണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല സംഭവങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ പല വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പറയുന്ന ഇതിലൊക്കെ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മൾ വിശ്വാസികളാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, അനിവാര്യമായും ഒരു വിശ്വാസി നിർവഹിക്കേണ്ട മഹത്തായ ഒരു ഇബാദത്താണ് ദഅവത്ത് എന്നുള്ളത്, പ്രബോധനം എന്നുള്ളത്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഒരു വിശ്വാസികളെയും ഊന്നിപ്പഠിപ്പിച്ച ഒരു വിഷയമാണ് പ്രബോധനം. തൗഹീദ് ഉൾക്കൊണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായ, നിർബന്ധമായ ഒരു ബാധ്യതയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അചഞ്ചലമായ തൗഹീദിൻ്റെ വക്താവായിട്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഉൾക്കൊണ്ടു എന്നു മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലും അതുല്യമായ, അനിർവചനീയമായ മാതൃകയാണ് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അദ്ദേഹം തൻ്റെ പിതാവിനോട് നടത്തിയ പ്രബോധനം, തൻ്റെ സമുദായത്തോട്, തൻ്റെ സമൂഹത്തോട് നടത്തിയ പ്രബോധനം, അതുപോലെ തന്നെ ആ നാട്ടിലെ രാജാവിനോട് നടത്തിയ പ്രബോധനം, ആർക്കു മുമ്പിലും തലകുനിക്കാതെ കൃത്യമായ ആദർശം ആർജവത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഇതിൽ നമുക്ക് മാതൃകയുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.
ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഅവത്ത് എന്നുള്ളത് ഒരു ഇബാദത്താണ് എന്നുള്ളതാണ്. പലരും അത് മറന്നുപോയിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് എങ്ങനെയാവണം എന്നുള്ളത്, നമസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ, നോമ്പ് എങ്ങനെ നോൽക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ, സകാത്ത് എങ്ങനെ കൊടുക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ, മറ്റ് ഇബാദത്തുകളൊക്കെ എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ദഅവത്തും എങ്ങനെ നടത്തണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും അത് വശമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ദഅവത്ത് എന്നുള്ളത് നമുക്ക് തോന്നുന്നത് പോലെ നിർവഹിക്കാം. പലർക്കും തോന്നിയതുപോലെ പലതും പറയുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളും ദഅവത്ത് നടത്തുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പല ആളുകളുമുണ്ട്. കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് കൃത്യമായൊരു രീതിശാസ്ത്രമുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം തൗഹീദ് മനസ്സിലാക്കിയാൽ ആ തൗഹീദ് ആർക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്? നേരെ നാം അങ്ങാടിയിൽ ചെന്ന് എത്തിക്കുകയല്ല, മറ്റുള്ളവർക്ക് എത്തിക്കുകയല്ല. അതിൻ്റെ ക്രമമുണ്ട്. അതിൻ്റെ ക്രമം എന്താണ്? ഒന്നാമത് നാം അത് ഉൾക്കൊണ്ടാൽ നാം സ്വയം അത് ഉൾക്കൊണ്ടാൽ, നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആദർശം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളെ കുടുംബക്കാർക്കാണ്, നാമുമായി ബന്ധപ്പെട്ടവർക്കാണ്, അവർക്കാണ് നാം അത് എത്തിച്ചു കൊടുക്കേണ്ടത്. അവരെയാണ് പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രബോധനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത പ്രവാചകന്മാരൊക്കെ അപ്രകാരം ചെയ്തവരാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധനത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സൂറത്തു ശൂറയിലെ 214-ാമത്തെ വചനം, നബിയേ വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ നിങ്ങൾ പ്രബോധനം ചെയ്ത ആരോടാണ് പ്രബോധനം ചെയ്യേണ്ടത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത കുടുംബക്കാരോട്, അടുത്ത ബന്ധുക്കളോട്, അവരോടാണ് നിങ്ങൾ ആദ്യം ഇത് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി സഫാ മലയുടെ മുകളിലേക്ക് കയറി തൻ്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു. ഓരോരോ ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്ത് വിളിച്ചു. യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഖർ, യാ ബനി ലുഹൈ, ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബുൻ ശദീദ്, ഇപ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവേദരെ ആരാധിച്ചുകൊണ്ട് ഈ ബഹുദൈവ വിശ്വാസവും പേറിക്കൊണ്ടാണ് നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ കഠിനമായ ശിക്ഷ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വരുമെന്നുള്ള താക്കീത് നൽകാൻ വേണ്ടി അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ. ഈ വിഷയം അവരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുക്കുന്നത് ആദ്യമായി കുടുംബക്കാരോടാണ്, ആദ്യമായി നാമുമായി അടുത്ത ആളുകളോടാണ്. നമ്മിൽ പലരും എങ്ങനെയാണ് ദഅവത്ത് ചെയ്യുന്നത് എന്നത് ശ്രദ്ധിക്കണം. എവിടെ നിന്നെങ്കിലും ഈ ആദർശം കിട്ടിയാൽ പിന്നെ എങ്ങനെയാണ്, ആരോടൊക്കെയാണ് നമ്മളിത് നിർവഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തോട് നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കണം. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഭാര്യയോട്, മക്കളോട്, നാമുമായി ബന്ധപ്പെട്ടവരോട് ഈ ദഅവത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടോ? അതല്ല ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർ നന്നാവട്ടെ, ഇതാണോ നമ്മുടെ ലക്ഷ്യം? അത് തെറ്റാണ് എന്നല്ല, മറിച്ച് അതിൻ്റെ ക്രമം അതല്ല എന്നുള്ളതാണ്. നോക്കൂ, ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ സ്മരിക്കണം, അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. ഇന്നഹു കാന സിദ്ദീഖൻ
നബിയ്യ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇദ് ഖാല ലി അബീഹി യാ അബതി. ആരോടാണ്? ഇദ് ഖാല ലി അബീ, തന്റെ പിതാവിനോടാണ് അദ്ദേഹം ദഅവത്ത് നടത്തുന്നത്. ആരായിരുന്നു പിതാവ്? വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കുന്ന തന്റെ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കി ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ആ വിഗ്രഹങ്ങളെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിപണനം ചെയ്തിരുന്ന, കച്ചവടം നടത്തിയിരുന്ന ഇബ്രാഹിം നബിയുടെ പിതാവ്. അദ്ദേഹത്തോടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. താങ്കൾക്കൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, താങ്കളെ കാണാത്ത, കേൾക്കാത്ത, താങ്കൾക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെയാണോ പിതാവേ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഉനി അഹ്ദിക സിറാതൻ സവിയ്യ. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ആ വിളിയുടെ ശൈലി ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, യാ അബതി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, താങ്കൾക്ക് ലഭിക്കാത്ത വിജ്ഞാനങ്ങൾ അല്ലാഹുവിങ്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന എനിക്ക് ലഭിക്കുന്നുണ്ട് പിതാവേ. ആ അറിവിനെ എങ്ങാനും, ആ ദൈവിക ജ്ഞാനത്തെ എങ്ങാനും, ആ വഹിയെ എങ്ങാനും താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ അഹ്ദിക സിറാതൻ സവിയ്യ, നിങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, എനിക്ക് താങ്കളെ നയിക്കാൻ സാധിക്കും. യാ അബതി ലാ തഅബുദി ശൈത്താൻ, പൈശാചിക ആരാധനകളെ താങ്കൾ ഉപേക്ഷിക്കണം എൻ്റെ പ്രിയ പിതാവേ, അത് താങ്കൾ പ്രവർത്തിക്കരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ, തീർച്ചയായും പിശാച്, ശൈത്താൻ അല്ലാഹുവിൻ്റെ വ്യക്തമായ ശത്രു തന്നെയാണ്, റഹ്മാനായ റബ്ബിൻ്റെ ശത്രു തന്നെയാണ്. പിന്നെയും യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയ. പിതാവേ, എനിക്ക് ഭയം തോന്നുന്നുണ്ട്, എനിക്ക് പേടി തോന്നുന്നുണ്ട്. അങ്ങ് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അദാബ്, അല്ലാഹുവിൻ്റെ, അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷ അങ്ങേക്ക് ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ആരോടാണ് സംസാരിക്കുന്നത്? പ്രിയപ്പെട്ട പിതാവിനോട്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹം വളരെ കൃത്യമായി പിതാവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. താങ്കൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഇത് കൽപ്രതിമകളാണ്. ഇത് താങ്കൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമോ? ഇത് കേൾക്കുമോ? ഇത് കാണുമോ? എന്തിനാണ് നിങ്ങൾ ഇവയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നത്? കൃത്യമായി പിതാവിനെ ഉപദേശിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഉപയോഗിച്ച ചില പദപ്രയോഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ ദഅവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം ഒരു വചനത്തിലൂടെ അത് അവസാനിപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത വചനങ്ങളിൽ, വ്യത്യസ്ത സൂറകളിൽ അല്ലാഹു ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. ഈ ആയത്തിലൂടെ 4ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? യാ അബത്തി. എന്താണ് യാ അബത്തി? എൻ്റെ പ്രിയപ്പെട്ട പിതാവ്. ഒരാളെ സ്നേഹത്തോടെ, ഒരു മകൻ സ്നേഹത്തോടെ പിതാവിനെ വിളിക്കുന്ന വിളിയാണത്. ആരെയാണ് വിളിക്കുന്നത്? മുശ്രിക്കായ പിതാവ്, വിഗ്രഹ നിർമ്മാതാവായ പിതാവ്, വിഗ്രഹ ആരാധകനായ പിതാവ്, വിഗ്രഹ വിപണനം നടത്തുന്ന പിതാവ്. നമ്മിൽ പലരുടെയും ഭാഷയിൽ അങ്ങേയറ്റം മോശക്കാരനാണ് എന്നൊക്കെ പറയുന്ന പിതാവ്. ആ പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ച ശൈലിയോ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. ശ്രദ്ധിക്കണം, ഈ ശൈലി ഇന്ന് നമുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പല ആളുകളും വിദേശത്തും അവിടെയും ഇവിടെയൊക്കെ ചെന്നിട്ട് ചില തൗഹീദൊക്കെ മനസ്സിലാക്കി തൻ്റെ നാട്ടിലേക്ക് വന്ന് ഒരു പക്ഷേ ശിർക്ക് ചെയ്യുന്ന തൻ്റെ പിതാവിനോട് വളരെ മോശമായി സംസാരിക്കുന്നവരുണ്ട്. ശരിയാണ്, അവർ പ്രവർത്തിക്കുന്നത് ശിർക്കാവാം.
അവർ പ്രവർത്തിക്കുന്നത് ബിദ്അത്താവാം, ഇസ്ലാമിന് അന്യമായ കാര്യങ്ങളാവാം. പക്ഷേ നിനക്ക് മോശമായ രൂപത്തിൽ അവരോട് സംസാരിക്കാൻ അവകാശമില്ല, അത് ദഅവത്താണ് എന്ന് നീ ധരിക്കരുത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അല്ല, പ്രബോധനത്തിൽ നിന്ന് നമുക്കുള്ള മാതൃക കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം 10ഓളം ഉപദേശങ്ങൾ തന്റെ മകന് നൽകുന്നത് സൂറത്തുൽ ലുഖ്മാനിൽ പഠിപ്പിക്കുന്നത് കാണാം. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത എന്ന് തുടങ്ങുന്ന വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം വിളിക്കുന്ന വിളികൾ എങ്ങനെയാ? യാ ബുനയ്യ യാ ബുനയ്യ അഖിമിസ് സ്വലാ. ഒരായത്ത് കാണാം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഇതൊക്കെ ദഅവത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത്. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വിളിക്കുന്ന വിളി എന്താണ്? എൻ്റെ പൊന്നുമോനെ എന്നാണ്. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ പൊന്നുമോനെ എന്നുള്ള വിളിയാണ്. ഇതാണ് ദഅവത്തിന്റെ ശൈലി. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഇന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, മൈക്ക് കിട്ടിയാൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ദഅവത്ത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ മറ്റുള്ളവരെ ഒന്ന് ആക്ഷേപിച്ചിട്ടില്ല എങ്കിൽ, അയാളെ ഒന്ന് പരിഹസിച്ചിട്ടില്ല എങ്കിൽ, അയാളെ ഒന്ന് അടിച്ചിരുത്തിയിട്ടില്ല എങ്കിൽ, ഞാൻ ജയിച്ചു എന്ന് എൻ്റെ ശ്രോതാക്കൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ അത് ദഅവത്തായിട്ടില്ല എന്ന് തോന്നുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിൽ സൂറത്തു താഹയിൽ 44 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. ആരുടെ അടുത്തേക്കാ? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ സമീപത്തേക്ക് ദഅവത്തിന് വേണ്ടി പോകണം. ആരാണ് ഫിർഔൻ? പറയണ്ടല്ലോ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദാഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ സംസാരം സംസാരിച്ച ഫിർഔൻ. ആ ഫിർഔന്റെ സമീപത്തേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയും രണ്ടുപേരെയും പറഞ്ഞേക്കുമ്പം അള്ളാഹ് കൊടുക്കുന്ന ഒരു കമാൻഡ് ഉണ്ട്, അള്ളാഹ് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔനോട് സംസാരിക്കേണ്ട സംസാരം എങ്ങനെയാ? ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, മയമുള്ള. ലയ്യിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് വേർഡ്സ്, അതാണ് സോഫ്റ്റ് പദങ്ങൾ ഉപയോഗിച്ച് വേണം ഫിർഔനോട് സംസാരിക്കാൻ. ഏറ്റവും വലിയ ധിക്കാരി എന്ന് ഖുർആൻ പഠിപ്പിച്ച, ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന് ഖുർആൻ പഠിപ്പിച്ച ഫിർഔനോട് ദഅവത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട സംസാരം ലയ്യിനൻ, സോഫ്റ്റായ പദപ്രയോഗം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ദഅവത്തും പ്രവാചകന്മാരുടെ ദഅവത്തും എവിടെയാണ്? ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് സംസാരിച്ച സംസാരം, അല്ലാഹ് ഫിർഔനിനോട് സംസാരിക്കാൻ പറഞ്ഞ സംസാരം എവിടെയാണ്? ശ്രദ്ധിക്കണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താ? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ നന്നായേക്കാം, അവൻ സന്മാർഗം പ്രാപിച്ചേക്കാം, അവന് നിങ്ങളുടെ ഉപദേശം ഫലപ്പെട്ടേക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും. മുഹമ്മദ് നബിയെ, താങ്കളുടെ ഹൃദയത്തിന്റെ ലോലതയുണ്ടല്ലോ, സൗമ്യമായി മറ്റുള്ളവരോട് ഇടപെടാനുള്ള ഈ കഴിവുണ്ടല്ലോ, ഇത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടത് തന്നെയാണ്. വലൗ കുൻത ഫളൻ താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, മുഖം കറുത്ത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ധിക്കാരത്തിന്റെ ദാഷ്ട്യത്തിന്റെ മനോഭാവമുള്ള ഒരാളായിരുന്നെങ്കിൽ, പ്രവാചകരെ, അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് വന്ന പ്രബോധിത സമൂഹമെല്ലാം ഓടിപ്പോകുമായിരുന്നു പ്രവാചകരെ. നബിക്ക് അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ എങ്ങനെയാ വേണ്ടത്? സൗമ്യതയോടെ കാര്യം പറഞ്ഞു കൊടുക്കുക.
പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രബോധകന്റെ ഡ്യൂട്ടി, ഒരു പ്രബോധകന്റെ ധർമ്മം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതാവണം നമ്മുടെ ശൈലി എന്നുള്ളതാണ്. മറ്റുള്ളവരെ പരിഹസിച്ച് ഇകഴ്ത്തി തർക്കിച്ച് തോൽപ്പിച്ചു എന്നൊക്കെ വരുത്തി തീർക്കാൻ ആക്ഷേപ സ്വരത്തോടുകൂടെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഇല്ല. ഇത് ദഅവത്താണ്. ഇതിന്റെ രീതിശാസ്ത്രം അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. ഇതാവണം ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. ഇനി ഒന്നുകൂടെ, എന്താണ് പ്രബോധനത്തിന്റെ പ്രചോദനം? എനിക്ക് ഒരാളോട് ഈ ദീൻ പറയണമെങ്കിൽ, ഈ ആദർശം ഞാൻ പറയണമെങ്കിൽ എന്തിന് ഞാൻ പറയുന്നു? ഇത് നമ്മോട് ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിലെ മാതൃക, അവസാനത്തെ അബത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ വിളിയുണ്ടല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതാ, നിങ്ങൾ ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ ആരാധിക്കരുത്, ഇത് ബുദ്ധിശൂന്യമായ കാര്യമാണ്, യുക്തിരഹിതമായ വിഷയമാണിത്, എന്തുപകാരമാണ്, ഉപദ്രവമാണ്, ഇത് പൈശാചികതയല്ലേ, പിശാച് അല്ലാഹുവിന്റെ ശത്രുവല്ലേ. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നു അറിയോ? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. എന്റെ പിതാവേ, ഞാൻ ഇതൊക്കെ എന്തിനാണ് അങ്ങയോട് പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അങ്ങേക്ക് ലഭിക്കുമോ? അങ്ങ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമോ? അങ്ങേക്ക് സ്വർഗം നഷ്ടപ്പെടുമോ? ഇതാണ് എന്റെ ആദി, ഇതാണ് എന്റെ ആശങ്ക, ഇതാണ് എന്റെ പ്രചോദനം അങ്ങയോട് ഈ വിഷയം അവതരിപ്പിക്കാൻ പിതാവേ. നമ്മളോ എന്തിനാണ് നമ്മൾ വാട്സപ്പിലൂടെ ഒരു ചർച്ച നടത്തുന്നതിന്റെ നമ്മുടെ മോട്ടീവ്, നമ്മുടെ പ്രചോദനം എന്താണ്? അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനാണോ? നമ്മുടെ ആ കുടുംബക്കാരൻ, നമ്മുടെ ആ സഹോദരൻ, നമ്മുടെ ആ സുഹൃത്ത്, നാമുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്ന വ്യക്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണോ? ഇതാവണം. ഇതാണ് മില്ലത്ത് ഇബ്രാഹിം. ഇതാണ് മില്ലത്ത് ഇബ്രാഹിം. ഇതാണ് പ്രവാചകന്മാർ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട വിഷയമാണ്. എന്തിനാണ്? ഇതാണ് നമ്മുടെ പ്രചോദനമെങ്കിൽ ഒരു കാര്യം കൂടെ, എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അവരെ വിഷമിപ്പിച്ചുകൊണ്ട്, അവർക്ക് മോശമായ, അവർക്ക് ഇഷ്ടമില്ലാത്ത നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നത്? അവരെ പരിഹസിക്കാനും മികഴ്ത്താനും താറടിക്കാനും സമൂഹമധ്യത്തിൽ അപമാനിക്കാനും എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് സാധിക്കുക? ഇതാണ്, ഈ സ്നേഹമാണ്. ഇതിൽ നിന്നാവണം നമ്മുടെ ദഅവത്ത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മതലീ വമതലുക്കും കമതലി റജുലിൻ ഔഖദ നാറാ. എൻ്റെ ഉദാഹരണം എങ്ങനെയാണ്? നിങ്ങളെയും എൻ്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യനതാ ഒരു അഗ്നി കത്തിച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ഫജഅലൽ ഫറാശു വൽ ജനാദിബു യഖഇന ഫിഹാ. അതിലേക്ക് പ്രാണികളും പാറ്റകളും ഒക്കെ ആ അഗ്നിയിലേക്ക്, ആ തീക്കുണ്ടാരത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ട് അതിലേക്ക് വന്നു വീഴുന്നുണ്ട്. വഹുവ യദുബുഹുന്ന അൻഹാ. ആ മനുഷ്യൻ ആ തീന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ പ്രാണികളെയും ആ പാറ്റകളെയും ഒക്കെ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വീഴാതിരിക്കാൻ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വന ആഖുദു ബിഹുജ്രികും അനിന്നാർ വഅന ആഖുദു ബിഹുജ്രികും അനിന്നാർ. നിങ്ങൾ നരകത്തിലേക്ക് ഓടിയടിക്കുകയാ, പക്ഷേ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾ നരകത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ നിങ്ങൾക്ക് നന്മകൾ ഞാൻ പറഞ്ഞു തരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നു. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഈ ദീനിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാ? നിങ്ങൾ നരകത്തിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ. പക്ഷേ വഅൻതും തഫ്രിതൂന മിൻ യദൈ. എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങൾ കുതറിയോടിക്കൊണ്ട് നരകത്തിലേക്കാണല്ലോ പോകുന്നത്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാണ് ദഅവത്ത് നടത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുള്ള പാഠങ്ങൾ ഇതൊക്കെയാണ്. ഇനിയും ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദഅവത്ത് ഒരു ഇബാദത്താണ്.
ഇബാദത്ത് എങ്ങനെ നടത്തണമെന്ന് അല്ലാഹുവും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ്. നാം നടത്തുന്നത് എന്തിനാണ്? ഇതേ രൂപത്തിൽ നടത്തിയെങ്കിലേ അവ പ്രതിഫലാർഹമാവുകയുള്ളൂ എന്ന ബോധ്യത്തോടുകൂടെ അല്ലാഹുവും പ്രവാചകനും പഠിപ്പിച്ചതുപോലെ ഈ ദഅവത്ത് നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാളെയോടെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിപ്പിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ദലു മിനൽ അമലി ഫീ ഹാദിഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ സമീപത്ത് ഈ 10 ദിവസങ്ങളിലെ അമലുകളോളം ശ്രേഷ്ഠതയുള്ള മറ്റ് കർമ്മങ്ങളില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ വലൽ ജിഹാദ്, ജിഹാദ് സായുധ പോരാട്ടം, അതിനും അത്ര പ്രതിഫലമില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ഇല്ല, അതിനേക്കാൾ പ്രതിഫലം ഇനിയുള്ള ഈ 10 ദിവസങ്ങളിലെ അമലുകൾക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ യുഹാത്തിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ. തൻ്റെ സമ്പത്തും ശരീരവുമൊക്കെയായി ജിഹാദിന് വേണ്ടി പോവുകയും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഷഹീദായിത്തീരുകയും ചെയ്ത വ്യക്തി, അയാൾക്ക് ഇതിനേക്കാൾ പ്രതിഫലമുണ്ട്, അല്ല എങ്കിൽ അവർക്കുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത്രയും അധികം പ്രതിഫലാർഹമായ അമലുകൾക്ക് ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ അഹബ്ബു ഇലൈഹി അമൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീരി വത്തഹ്മീദ്. അദ്കാറുകൾ, തഹ്മീദുകളും തക്ബീറുകളും തഹ്ലീലുകളുമൊക്കെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, അല്ലാഹു അക്ബർ എന്ന തക്ബീറുകൾ, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദുകൾ, ഇതൊക്കെ ആ ദിവസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആ ദിവസങ്ങളിലെ അമാലുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഫലവത്തായി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ബലി അറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇന്നുകൂടെ അതിനുള്ള അവസരമുള്ളൂ. ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അൻ അഹദുകും യുദ്ഹിയ ഫലിയുംസിക അൻ ശഅരിഹി വഅഫാരിഹി. അവരുടെ നഖം വെട്ടാൻ പാടില്ല, അവരുടെ മുടിയെടുക്കാൻ പാടില്ല, ശരീരത്തിലെ മുടികളൊന്നും എടുക്കരുത്. ആരെങ്കിലും ഉദ്ഹിയത്ത് ബലികർമ്മം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലികർമ്മത്തിന് ഉദ്ദേശിച്ച നിയ്യത്ത് വെച്ച ആളുകൾ ആ വിഷയവും ശ്രദ്ധിക്കണം. അത് ബലി പെരുന്നാൾ ഉദ്ഹിയത്ത് അറുത്തതിന് ശേഷമേ പിന്നെ പാടുള്ളൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.